എല്ലാവർക്കും നല്ല നമസ്കാരം. ലിയോസും അസ്ട്രോവേദിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും മനസ്സുകൊണ്ട് സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ഇന്ന് നമ്മുടെ വീഡിയോയിൽ പ്രധാനമായിട്ടും പറയുന്ന വിഷയം, നമ്മളുടെ എത്ര പേര് കാവുകളിൽ പോകാറുണ്ട്? ഒരു നാട്ടിൻപുറത്ത് കാവുകളുടെ പ്രാധാന്യം എത്രത്തോളം വലുതാണ് എന്നുള്ളത് ഇപ്പോൾ പലർക്കും അറിയത്തില്ല. അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഒരു നാട്ടിൻപുറം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഗ്രാമപ്രദേശമുണ്ടെങ്കിൽ, ആ ഗ്രാമത്തിൽ ഒരു കാവുണ്ട്. ആ കാവിലെ അപ്പൂപ്പൻ, അല്ലെങ്കിൽ ആ കാവിലെ ഏതാണോ പ്രതിഷ്ഠ, ഏതാണോ വിഗ്രഹം, ആ വിഗ്രഹത്തിൻ്റെ മുന്നിൽ പോയി നമ്മളുടെ സങ്കടങ്ങളും ദുരിതങ്ങളും ഏറ്റുപറയണം. ഇന്ന് വരെ നമ്മൾ കാവുകളിൽ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അപ്പൂപ്പൻ്റെ കൺമുന്നിൽ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അപ്പൂപ്പ ഞാനിവിടെ വരാതിരുന്നതിനെല്ലാം ഞാൻ മാപ്പ് പറയുന്നു എന്ന് ഓരോ സങ്കടങ്ങളും ദുരിതങ്ങളും ഏറ്റുപറയണം. നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അപ്പൂപ്പൻ്റെ കൺമുന്നിൽ ഏറ്റുപറയണം. ഏറ്റുപറഞ്ഞ് അപ്പൂപ്പൻ്റെ കൺമുന്നിൽ നമ്മൾ മാപ്പ് ചോദിക്കണം. അപ്പൂപ്പനെ കാണാൻ പോകുമ്പോൾ അപ്പൂപ്പന് വേണ്ടിയിട്ട് നമ്മളൊരു മുറുക്കാനും കരുതിയിരിക്കണം. അപ്പൂപ്പന് മുറുക്കാൻ നൽകി നമ്മളുടെ സങ്കടങ്ങളും ദുരിതങ്ങളും പറയണം. നമ്മൾ ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും നമ്മൾ ഏറ്റുപറയണം. ഉറപ്പായിട്ടും അപ്പൂപ്പൻ നമ്മുടെ സങ്കടങ്ങളും ദുരിതങ്ങളും എല്ലാം മാറ്റിത്തരും. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ തലമുറയിലുള്ളതാണേലും നേരത്തെ ഉള്ളവരാണേലും ശരി തന്നെ കാവുകളിൽ അങ്ങനെ പോകാറൊന്നുമില്ല. നമ്മളുടെ നാട്ടിൻപുറങ്ങളിൽ അല്ലെങ്കിൽ ഗ്രാമപ്രദേശങ്ങളിൽ ഒരു കാവ് കാണും. എല്ലാ ഗ്രാമങ്ങളിലും ഒരു കാവ് ഉറപ്പായിട്ടും ഉണ്ടാവും. ആ കാവിനെ നമ്മൾ പലപ്പോഴായിട്ട് ആ കാവിൻ്റെ അടുത്തുകൂടി പോകുമ്പോഴെങ്ങാണ് നമ്മളൊന്ന് തൊഴുതിട്ട് പോകുന്നതല്ലാതെ നമ്മൾ അപ്പൂപ്പനെ കാണാനായിട്ട് നമ്മൾ ഒരിക്കലും പോകാറില്ല. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചെയ്യരുത്. അപ്പൂപ്പനെ നമ്മൾ എല്ലാ ദിവസവും മനസ്സുകൊണ്ട് സ്മരിക്കുകയും അപ്പൂപ്പനെ കാണാനായിട്ട് ഒരു ദിവസം അപ്പൂപ്പൻ്റെ അടുത്ത് പോയിട്ട്, എല്ലാ ആഴ്ച അവസാനവും അപ്പൂപ്പൻ്റെ അടുത്ത് പോയിട്ട് അപ്പൂപ്പനൊരു മുറുക്കാൻ നൽകി അപ്പൂപ്പൻ്റെ കൊച്ചുമക്കളായിട്ടുള്ള നമ്മൾ, അല്ലെങ്കിൽ മക്കളായിട്ടുള്ള നമ്മൾ സങ്കടങ്ങളെല്ലാം അപ്പൂപ്പനോട് ഏറ്റുപറയുകയാണ് എന്നുണ്ടെങ്കിൽ അപ്പൂപ്പൻ ഉറപ്പായിട്ടും നമ്മളുടെ സങ്കടങ്ങളും ദുരിതങ്ങളും എല്ലാം മാറ്റിത്തരും. പക്ഷേ നമ്മൾ കാവുകളെ മറന്നുകൊണ്ട് നമ്മൾ ഒരിക്കലും ജീവിക്കാൻ പാടില്ല. നമ്മളുടെ അടുത്തുള്ള കാവുകളിൽ ഉറപ്പായിട്ടും പോയേ പറ്റത്തുള്ളൂ. കാര്യം ഒരു ഗ്രാമത്തിലെ ഏറ്റവും വലിയ നട്ടെല്ലാണ് ആ നാട്ടിലെ കാവുകൾ എന്ന് പറയുന്നത്. അമ്പലം പോലെ തന്നെ അത്രയും വലിയ ഒരു പ്രഷ്യസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്, അല്ലെങ്കിൽ ഒരു പീസ്ഫുള്ളായിട്ടുള്ളൊരു പ്ലേസാണ്, അല്ലെങ്കിൽ ഒരു ചൈതന്യം ആർജിക്കുന്ന സ്ഥലമാണ് കാവുകൾ എന്ന് പറയുന്നത്. ഉറപ്പായിട്ടും കാവുകളെ നമ്മൾ മറന്ന് ജീവിക്കാൻ പാടില്ല. നമ്മൾ അപ്പൂപ്പൻ്റെ മക്കളാണ്. നമ്മൾ അപ്പൂപ്പൻ്റെ കൺമുന്നിൽ പോയിട്ട്, അപ്പൂപ്പൻ്റെ സന്നിധിയിൽ പോയിട്ട് നമ്മൾ നമ്മളുടെ സങ്കടങ്ങളും ദുരിതങ്ങളും ഏറ്റുപറയണം. നമ്മൾ ഇത്രയും ദിവസം, അതായത് കാവുകളിൽ വരാത്തവരാണെങ്കിൽ അപ്പൂപ്പൻ്റെ മുന്നിൽ വരാത്തതിന് ഞാൻ ഒരുപാട് മാപ്പ് പറയുന്നു എന്നും പറഞ്ഞ് അപ്പൂപ്പൻ്റെ മുന്നിൽ നമ്മുടെ സങ്കടങ്ങളെല്ലാം പറയുമ്പോഴും അപ്പൂപ്പനുള്ള മുറുക്കാൻ അപ്പൂപ്പന് നൽകണം. മുറുക്കാൻ നൽകി വേണം നമ്മളുടെ സങ്കടങ്ങളും ദുരിതങ്ങളും എല്ലാം അപ്പൂപ്പൻ്റെ കൺമുന്നിൽ ഏറ്റുപറയണം. ഒരു ചന്ദനത്തിരിയും ഒരു മുറുക്കാനും തിരിശിലയും ഒരു 40 രൂപയുടെ ചെറിയൊരു ബോട്ടിൽ എണ്ണയും അപ്പൂപ്പനെ നൽകി നമ്മളുടെ സങ്കടങ്ങളും ദുരിതങ്ങളും എല്ലാം അപ്പൂപ്പൻ്റെ കൺമുന്നിൽ പറയുകയാണെങ്കിൽ ആ കാവിലെ അപ്പൂപ്പൻ നമ്മളുടെ സങ്കടങ്ങളും ദുരിതങ്ങളും എല്ലാം മാറ്റിത്തരും. അല്ലെങ്കിൽ കാവിലെ ഏത് പ്രതിഷ്ഠയാണോ ആ പ്രതിഷ്ഠ, ആ ഒരു വിഗ്രഹം നമ്മളുടെ എല്ലാ സങ്കടങ്ങളും ദുരിതങ്ങളും മാറ്റിത്തരും. ഒരു കാരണവശാലും അടുത്തുള്ള കാവുകളിൽ പോവാതിരിക്കരുത്. പോകണം, പോയി തൊഴുവണം, നമ്മളുടെ സങ്കടങ്ങളും ദുരിതങ്ങളും മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിക്കണം. കാര്യം ആ കാവിലെ മക്കളാണ് ആ ഗ്രാമത്തിലെ ജനങ്ങൾ. അപ്പോൾ ഉറപ്പായിട്ട് ആ കാവിൽ പോകണം, തൊഴുവണം, സങ്കടങ്ങളും ദുരിതങ്ങളും എല്ലാം മാറ്റിത്തരും.